ഗൈസ്, ഇതാണ് നമ്മൾ കുറച്ച് മുന്നേ ഒരാഴ്ച മുന്നേ പച്ചക്കറി ഏത് പച്ചക്കറികളാണെങ്കിലും അതിൽ വരുന്ന എല്ലാ കീടങ്ങൾക്കും വിശല്യം അല്ലെങ്കിൽ മറ്റുള്ള ഈച്ചകൾ, മുഞ്ഞ അങ്ങനെയൊക്കെയുള്ള എല്ലാ കീടങ്ങൾക്കും പറ്റിയ ഒരു മരുന്ന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു 3-4 ബോട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ല നിങ്ങൾ. എല്ലാ ചെടികൾക്കും വിശല്യം അല്ലെങ്കിൽ ഈച്ചശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേപ്പെണ്ണ, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ പട ചേർത്തിട്ടുണ്ടാക്കിയ ഒരു മരുന്നാണ്. ജൈവ ഒരു മരുന്നാണത്. നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഇനം മരുന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രയോഗങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല എരിവുള്ള നല്ല നാടനായിട്ടുള്ള അല്ലെങ്കിൽ കാന്താരി, ചീനമുളകോ അത്തരം നല്ല എരിവുള്ള മുളകുകളാണ് ഇതിന് വേണ്ടത്. മുളക്, വെളുത്തുള്ളി, വേപ്പെണ്ണ 1-2 ഐറ്റം വേപ്പെണ്ണ ഉണ്ട്. ഏത് ഐറ്റം ആണെങ്കിലും വേപ്പെണ്ണയാണ് ചേർക്കേണ്ടത്. പിന്നെ വേപ്പെണ്ണ അതിൽ വെള്ളത്തിൽ കലങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഏതെങ്കിലും സോപ്പും ചേർക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം നല്ല ഫുൾ ഗ്യാസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ നല്ല സ്മെല്ലോ, വെളുത്തുള്ളിൻ്റെ സ്മെല്ലാണ് ഇപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രയോഗങ്ങൾ നമ്മളിപ്പോൾ അടിച്ചിട്ടേ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഒരു പീക്കളോ ഈച്ച അല്ലെങ്കിൽ ഒരു മാവിൻ്റെ തെയ്യ് അങ്ങനെ മുളച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇളയ തളിരില എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജന്തുക്കളപ്പോത്തിന് എന്തെങ്കിലുമൊക്കെ പ്രാണികൾ വന്നിട്ട് മുറിച്ച് അതിൻ്റെ തണ്ടുകളൊക്കെ ഇലകളൊക്കെ മുറിച്ചിടുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണിത്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇതൊക്കെ ഉണ്ടാക്കിയാൽ വീട്ടിലുള്ള അല്ലെങ്കിൽ പയറോ അത്തരം കൃഷികളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഏറ്റവും നല്ല, അങ്ങാടിയിൽ പോയിട്ട് മറ്റുള്ള രാസവളം ആയിട്ടുള്ള അങ്ങനത്തെ വളങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കീടനാശിനികളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതന്നെ ധാരാളമാണ്. ഇതിരിക്കുന്നിടത്തോളം അതിൻ്റെ സ്മെല്ല് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രയോഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് പ്രയോഗിച്ചിട്ടുള്ള ഫലങ്ങളും. പിന്നെ ആവശ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പമ്പൊക്കെ വേണം. കാറ്റടിച്ചാലേ ഒരു പമ്പ് വേണം. പമ്പിലാണ് കാറ്റടിച്ചിട്ട് ഇതിൽ ഫുള്ളാണ്. കാറ്റടിച്ച് കഴിഞ്ഞാലേ നല്ല സ്പ്രേ ഉണ്ട്, അടിച്ചു കൊടുക്കാം. കാണിച്ചു തരാം. ഇത് കണ്ടേ, അപ്പോൾ നമ്മൾ മൂച്ചിത്തൈകൾ ഉണ്ടാക്കിയതാണ്. അടുത്തായിട്ട് അതിനെ ബെഡ് ചെയ്യാനുള്ള നല്ല ഗ്രോത്തിൽ ഏകദേശം ഒരു 2 മാസം 1.5 മാസം 2 മാസം ആവണേ ഉള്ളൂ. അപ്പോൾ അതിനിങ്ങനെ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്താലേ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അതേമാതിരി ഒന്നും തെളിച്ച് കൊടുത്താൽ ഒരു കീടങ്ങളും പിന്നെ അതിൻ്റെ അടുത്തേക്ക് എന്താവില്ല, വരൂല. ഇല മുറിച്ച് പോകുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് തെളിച്ച് കൊടുത്താൽ അതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അടിക്കുന്നേ കാണുള്ളൂ. അത് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ സ്മെല്ല് അറിയാം. വെളുത്തുള്ളി നമ്മൾ പ്രസ്സായിട്ട് എടുക്കുമ്പോൾ അത്ര സ്മെല്ലുണ്ടാവില്ല. പക്ഷെ ഇത് വെളുത്തുള്ളി വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാലേ ഓവർ സ്മെല്ലാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാൻ കാരണം ഇതാണ്. ഇത് നമ്മളായിട്ട് ഫസ്റ്റ് ഒന്ന് വെഡ് ചെയ്ത് നോക്കിയതാണ്. വീക്കട്ട് വെഡിങ് ചെയ്തിട്ട് നമ്മൾ പരീക്ഷണം നടത്തി വിജയിച്ച ഒരു കണ്ടില്ലെങ്കിൽ അതിൻ്റെ അടിയിലൊരു കുറച്ച് തടിപ്പുള്ളൊരു സ്ഥലം, അവിടെയാണ് അതിൻ്റെ കട്ടിങ് വെഡിങ്. കണ്ടോ, ചെറിയൊരു തയ്യൽ. അതുപോലൊക്കെ തരും ആദ്യം കണ്ട തയ്യലിൻ്റെ അതേമാതിരിയുള്ളൊരു തയ്യലാണ് ചെയ്തത്. ഇവിടെയൊക്കെ പൊടിക്കുന്നുണ്ട്, ഒക്കെ പൊടിച്ച് വരുന്നുണ്ട്. ഇതൊരിക്കൽ മുറിച്ച് പോയതാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കാൻ ഞാൻ പറ്റില്ല, എന്താണ് അവർ ഒക്കെ വെട്ടിപ്പോവാണ്. ഇതിപ്പോൾ 2 വന്നു. അപ്പോൾ മറ്റുള്ള കീടനാശികളൊന്നും വാങ്ങേണ്ട ആവശ്യം വന്നില്ല. ഇതിങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ടൊന്നിങ്ങനെ അടിച്ചു കൊടുക്കുക.
ഇതേമാതിരി ഒന്നും അടിച്ചു കൊടുത്താൽ കണ്ടില്ലേ, അവരതിൻ്റെ പരിസരത്ത് തന്നെ വരില്ല. അപ്പം എന്താവും, ഇങ്ങനെ തളിര് നിലനിന്നാലേ മാവിൻ്റെ തൈകളൊക്കെ നല്ല ഗ്രോത്തിൽ വളർച്ച വരുള്ളൂ, അപ്പോഴേ കായ്ക്കും ചെയ്യുള്ളൂ. അല്ല ഞാൻ ആ ഇനിയിപ്പോൾ ഇത് പൂവിടേണ്ട ഏകദേശം ഇതായി കഴിഞ്ഞു. അപ്പോൾ നമ്മളതിനെ നിലനിർത്തിക്കൊണ്ടിരണം. അത് കണ്ട, അപ്പോൾ അതിങ്ങനെ ഒന്നും അടിച്ചു കൊടുക്കണം. വെയിൽ മഴ പെയ്ത് ആണ് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുക്കാം. എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുത്താൽ ഒക്കെ പിലാത്തൈകളൊക്കെ ഉണ്ടാക്കിയതാണ്. പിലാത്തൈകളെ ഇത് പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നല്ല വയലറ്റ് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ മുളപ്പിക്കാൻ വെച്ചതാണ്. ഇതടുത്തിങ്ങനെ തൈയായിട്ട് വരും. ഇപ്പോൾ സെപ്പറേറ്റ് പാക്കറ്റാക്കിയിട്ട് ഗ്രോ ബാഗിലാക്കി തൈകളാക്കി എടുക്കാം നമുക്ക്. അപ്പം അങ്ങനത്തെ അതിനൊക്കെ അടിച്ചു കൊടുക്കുക. അതിനൊന്നും അടിച്ചു കൊടുത്താൽ മറ്റുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല, കീടങ്ങളൊന്നും വരില്ല. ഫംഗസുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു വിഷയങ്ങളും വരില്ല, ചീച്ചിലൊന്നും വരുന്നില്ല. അത്രയും ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണത്. ഇതിപ്പോൾ ഒരു മാവിൽ മുന്നേ ചെയ്തതാണ്. ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഒരു വർഷം 1.5 വർഷം പോലെ ആയിപ്പോൾ ഈ 2 ശീലങ്ങൾക്ക്. പിന്നെ അതുപോലെ അതവിടെ ചെയ്തിട്ട് ഇത് വേറൊരിനം, ഇത് വേറൊരിനം, ഇങ്ങനെ ഒരു 4 ഇനപ്പതിയിൽ നിലവിൽ ഈ മൂച്ചിമലായിട്ടുണ്ട്. അപ്പോൾ ലേശം പൊക്ക കയറിയപ്പോൾ നമ്മളവിടെ എയർ ലെയറിങ് ചെയ്തിട്ട് അതിന് മുറിക്കാനുള്ള പരിപാടിയാണ്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളാണ്. വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇതുപോലെ ചെയ്താലേ ഈ തൈകളൊക്കെ ചെയ്യാനുള്ളതാണ്. ഇത് കൈയൊക്കെ പടുത്ത് ചെയ്യും. നല്ല ഇതിപ്പോൾ റൂട്ടിങ് സ്റ്റോക്കാണ് ഇതിന് പറയാം. നമുക്ക് സയോണ് കിട്ടണം. സയോണ് നല്ല മുറിക്കാൻ പറ്റിയ, കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ മാവിൻ്റെ ശിഖരങ്ങളുണ്ട്. അതിന് ഇപ്പോൾ വെഡ് ചെയ്യാൻ സമയമാകുമ്പോൾ ഉടനെ അതൊക്കെ വെഡ് ചെയ്ത് തൈകൾ മുന്നേ ചെയ്തത് അവിടെ ഇപ്പോൾ ഒരു ആഴ്ച മുന്നേ ചെയ്ത് ഒരു മാസം മുന്നേ ചെയ്തത് കാണിച്ചു തരാം. കണ്ടേ, ഇതിപ്പോൾ നമ്മൾ മുന്നേ ചെയ്തതാണ്. ഏകദേശം ഒരു 20 ദിവസം കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ ഒരു 5-6 എണ്ണം ബെഡ് ചെയ്ത് കുടിച്ചു. ഇതുണ്ട പുതിയ ശിഖരം 2 വരുന്നത് കണ്ടില്ലേ. നല്ല അടിപൊളി മാവാണ്. ആയി കിട്ടിയാൽ വിജയിച്ചു. അതൊക്കെ ഉഷാറായി, നല്ലൊരു ഓരോരോ പിടിപ്പ് വന്നു. ഇനി അടുത്തത് വരവ് തുടങ്ങി ഇവിടെ. അപ്പോൾ അതാണ് ചെയ്താലുള്ള നമ്മൾ സ്വയം ചെയ്യുമ്പോഴേ അതിൻ്റെ നമ്മളത് കുറ്റിക്കുരുമുളക് തൃപ്പല്ലിയിൽ, കുളബ്രിയാൻ തൃപ്പല്ലിയിൽ കുരുമുളകിൻ്റെ ചെടി ബെഡ് ചെയ്തിട്ട്, കുളബ്രിയാൻ തൃപ്പല്ലിയിലാണ് കുരുമുളക് ബെഡ് ചെയ്തത്. അപ്പോൾ അത് പിടിച്ചു. എത്ര പിടിച്ചു? 3 പിടിച്ചു. ഇപ്പം നമുക്ക് കണ്ട തൃപ്പല്ലിയാണ്. തൃപ്പല്ലി എല്ലാവർക്കും വലിയ ആൾക്കാർക്കൊന്നും അറിയില്ല. കണ്ട കുളബ്രിയാൻ തൃപ്പല്ലിയിൽ അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുരുമുളക് വള്ളിക്ക് വല്ലാതെ അസുഖം വരില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇതുപോലെ ചെയ്യാൻ പരിശ്രമിച്ച് നോക്കുക. ഇത്തരം മരുന്നുകളൊക്കെ ഉണ്ടാക്കുക. ജൈവ മരുന്ന് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റിയ നല്ല ഔഷധങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും പരമാവധി ആളുകളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മറ്റുള്ള വരുന്ന വീഡിയോകളൊക്കെ കാണുക, ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലതേറ്റ മുഹമ്മദ് സ്വാഗതമാണ്.